ഒരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അബുവിന്റെ മരണത്തിൽ ഞെട്ടൽ മാറാതെ PV അൻവർ. കോളേജ് വിദ്യാർത്ഥിയും ഇടത് രാഷ്ട്രീയ സാമൂഹിക മാധ്യമ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന അബു അരീക്കോടിനെ അനുസ്മരിച്ച PV അൻവർ. ആത്മീയതയും ഇടത് സൈദ്ധാന്തികതയും സമന്വയിപ്പിച്ച ഫാസിസത്തിനെതിരെ ഉറച്ച നിലപാടെഴുതിയും പറഞ്ഞും അബു എന്നോ ഒരിക്കൽ എന്റെയും പ്രിയപ്പെട്ടവനായെന്നും എന്തായിരുന്നാലും ഒരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ എന്ന് ഓർത്തു പോവുകയാണെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ അൻവർ പറഞ്ഞു. അതേസമയം അബു അരീക്കോടിന്റെ മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോൺ ആപ്പ് തട്ടിപ്പാണ് അബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നും ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. കോടഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇടത് സൈബർ ഇടങ്ങളിൽ സജീവമായിരുന്ന അബു അരീക്കോട് എന്ന V അബൂബക്കറിനെ ഇന്നലെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നാലെ അബു ലോൺ ആപ്പുകളുടെ തട്ടിപ്പിൽ കുടുങ്ങിയിരുന്നതായി ആരോപണം ഉയരുകയായിരുന്നു. അബുവിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും കമന്റുകളും ഈ ആരോപണത്തിന് സാധുത നൽകുന്നതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. കോഴിക്കോട് മർക്കസ് ലോ കോളേജിലെ 3ാം വർഷ നിയമ വിദ്യാർത്ഥിയായിരുന്നു അബു അരീക്കോട്. ഇടത് സൈബർ ഹാൻഡിലുകളിൽ വളരെ ജനപ്രിയനായിരുന്ന അദ്ദേഹം പൊതുയോഗങ്ങളിലും തീപ്പൊരി പ്രസംഗങ്ങൾ നടത്താറുണ്ടായിരുന്നു. അരീക്കോട് പൂങ്കുടി സ്വദേശി നെല്ലിക്കുന്ന് വീട്ടിൽ അബ്ദുൽ കരീം വഹബി ദമ്പതികളുടെ മകനാണ്. അബു അരീക്കോട് എന്ന യൂട്യൂബ് ചാനലിൽ നിരവധി വീഡിയോകൾ അബു പങ്കുവച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പും പുതിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ചില സമ്മർദ്ദങ്ങൾ അബുവിനുണ്ടായിരുന്നുവെന്നാണ് സൂചന. അതിനിടെ ചില യൂട്യൂബർമാർക്കെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതോടെ ലോൺ ആപ്പ് വിവാദം അന്വേഷണം വഴിതെറ്റിക്കാനാണോ എന്ന സംശയം സജീവമാണ്. വിവാഹ നിശ്ചയം നടന്നതായും അബു പോസ്റ്റിട്ടിരുന്നു. ഈ ബന്ധത്തിന് എന്ത് സംഭവിച്ചുവെന്നും ആർക്കും അറിയില്ല.